ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി 16 മുതൽ 22 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭാരതീയ ആചാരപ്രകാരമുള്ള വളരെ ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് ഇവിടെ പറയുന്നത്. നാമജപാദികൾ, നാമം ജപിക്കുക, ക്ഷേത്രാരാധനാക്രമങ്ങൾ, ക്ഷേത്ര ദർശനം നടത്തുക, സാമ്പത്തിക നില അനുവദിക്കുമെങ്കിൽ അവിടെ ചെറിയ വഴിപാടുകളൊക്കെ നടത്തുക. വഴിപാടുകൾ എന്ന് പറയുന്നത് നമ്മൾ ഭഗവാനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ഒരു സമർപ്പണം. നമ്മുടെ സമർപ്പണത്തിലൂടെ നമുക്ക് ആനന്ദം, അപ്പോൾ നമ്മുടെ സമർപ്പണം അല്ലെങ്കിൽ ഭക്തി വർദ്ധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിശ്വാസം, ആചാരം കൊണ്ടുള്ള പ്രയോജനം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകേണ്ടത്. പലപ്പോഴും ഒരു റാഷണൽ ക്വസ്റ്റ്യൻ വരാം. എല്ലാവരും യുക്തി സഹമായിട്ട് ചിന്തിക്കുമ്പോൾ ചോദിക്കാറുള്ളത്, ദൈവത്തിന് എന്തിനാ പണം, എന്തിനാ അങ്ങോട്ട് കൊടുത്തിട്ട് എല്ലാം ചെയ്യുന്നത്? നമ്മുടെ സമർപ്പണത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അവിടെ നമ്മളിപ്പോൾ പണം ചിലവാക്കിയില്ലെങ്കിൽ നമ്മുടെ ജപാദികൾ പൂർണ്ണമായിട്ട് നമ്മുടെ സമർപ്പണത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ജപം ഒരു ദിവസം പോലും മുടക്കാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാ ദിവസവും എന്ത് അശുദ്ധി ഉണ്ടെങ്കിലും ജപം മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഒരു 48 മിനിറ്റ്, അതായത് ഒരു മുഹൂർത്തകാലം എന്ന് പറയും, ഒരു മുഹൂർത്തകാലം ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ സമയമെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണമെന്നാണ് പറയുന്നത്, ദേവചൈതന്യം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട്. ഈ രീതിയിലാണ് നമ്മൾ ഭക്തി സമർപ്പണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഭാരതീയ ആചാരപ്രകാരം ഗ്രഹങ്ങൾ ദേവതമാരാണ്, ഗ്രഹദേവതമാരാണ്. നമ്മുടെ വെസ്റ്റേൺ അസ്ട്രോളജിയിൽ ഗ്രഹങ്ങളായിട്ട് കാണുന്നു, ഇവിടെ ഗ്രഹദേവതമാരായിട്ട് കാണുന്നു. ഗ്രഹദേവതമാരുടെ തൃപ്തി, അവരുടെ സന്തോഷം, എല്ലാം നമ്മുടെ കർമ്മത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ പോലും അവരുടെ തൃപ്തി നമ്മുടെ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുമെന്നും ശുഭഫലങ്ങളുടെ തടസ്സങ്ങൾ നീക്കും എന്നുമാണ് വിശ്വാസം. ആ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുന്നതായിട്ട് നമുക്ക് അനുഭവം ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. ഒന്ന് ചെയ്തു നോക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. നമ്മൾ സമയം പോലും അത് നഷ്ടമല്ല, അത് ക്രിയേറ്റീവായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥനാക്രമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവുക. ഇനി രാശിഫലമാണ്. ആദ്യമായി മേടം രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ദൂരയാത്രകൾ വരാനുള്ള ഭാഗ്യമുണ്ട്, തീർത്ഥാടനത്തിനുള്ള യോഗമുണ്ട്. കുറച്ചുകൂടി ഭക്തി നിർഭരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനായി ശ്രമിക്കുന്ന ഒരു വാരമാണ്. പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങളിൽ തടസ്സം ഒക്കെ ഉണ്ടായിരുന്നവർക്ക് അത് അനുകൂലമായി വരുന്ന ഒരു സമയമാണെന്ന് പ്രത്യേകിച്ചറിയാം. ജോലി കാര്യങ്ങളിലും പ്രതീക്ഷിച്ച ഉയർച്ച വരാത്ത ചിലരൊക്കെ ഈ രാശിയിലുണ്ടാകാം. അവർക്ക് പുതിയ ജോലിക്കുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. പെട്ടെന്നൊരു ആപ്ലിക്കേഷൻ അയക്കുവാനോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിനോ ഒക്കെ സാധ്യത ഏറെയുള്ള വാരമാണ് എന്ന് അറിയുക. നമ്മുടെ കോൺടാക്ട്സ് ഒക്കെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് ജോലിയിൽ ഉയർച്ചയും ബിസിനസ്സിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുവാനുമുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. ഈ രാശിയിൽ പഴയ കാലങ്ങളിൽ ബാധ്യത ഉണ്ടാക്കി വെച്ചവർക്ക് ഇപ്പോൾ ബാധ്യത അല്പം കുറയ്ക്കുവാൻ കഴിയും. അവർക്ക് ടെൻഷൻ ഉണ്ടാകുമെങ്കിൽ തന്നെയും അത് ബാധ്യത കുറയ്ക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന സമയമായതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥന അത്യാവശ്യമാണ്. അന്നപൂർണേശ്വരി സ്തോത്രം ജപിച്ചുകൊണ്ട് അന്നപൂർണേശ്വരി ക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. എല്ലാ പ്രയാസങ്ങളും ഈ രാശിയിൽ ജനിച്ച കുറച്ച് പേർക്ക് ഈ സാമ്പത്തിക പ്രയാസങ്ങൾ നേരത്തെ ഉള്ളവർക്ക് അവരുടെ സാമ്പത്തിക പ്രയാസങ്ങൾ നീക്കുവാനായി ഈ പ്രാർത്ഥന ഉപകരിക്കും. അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു തുടങ്ങിയിട്ടുള്ളവർക്ക് തടസ്സങ്ങൾ നീക്കുവാനായി മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ കഴിയുമെങ്കിൽ ദിവസവും വണങ്ങുക. എല്ലാ ഐശ്വര്യങ്ങളും വരും, സന്തോഷമായിരിക്കുക. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. അധിക പണച്ചെലവിന് സാധ്യതയുള്ള ഒരു വാരമാണ്. ഗൃഹത്തിന് ചെറിയ റിപ്പയർ അല്ലെങ്കിൽ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും റിപ്പയർ വരിക, ഇലക്ട്രിക്കൽ റിപ്പയർ വരിക, ഇങ്ങനെയുള്ള സാധ്യത. ജലം, അഗ്നി എന്നാണ് പറയുന്നത്. പിന്നെ ഗ്യാസൊക്കെ യൂസ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി യൂസ് ചെയ്യുക. ഇതുകൊണ്ടൊക്കെ ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യത. 2 വീലർ റൈഡും ഒന്ന് ശ്രദ്ധിക്കണം. 2 വീലർ റൈഡ് കൊണ്ട് ചെറിയ പ്രയാസങ്ങൾക്കുള്ള സൂചനയുണ്ട്. കാരണം ശരീരത്തിന്
ചെറിയ മുറിവ് പ്രയാസങ്ങൾ എന്നുള്ളതാണ് ജ്യോതിഷത്തിലെ സൂചന. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ പറ്റിയ സമയമല്ല. അതാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് പുതിയ ബിസിനസ് ആരംഭിക്കുവാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. ഒരുപക്ഷെ അപ്രതീക്ഷിതമായിട്ട് അല്പം പണം വരികയോ അല്ലെങ്കിൽ ഒരു ലൈസൻസ് ലഭിക്കുവാനോ ഒക്കെയുള്ള സാധ്യതയുള്ള സമയം. ഒരുപക്ഷെ വളരെ നേരത്തെ അപ്ലൈ ചെയ്തതായിരിക്കും, ഇപ്പോഴായിരിക്കും അത് ശരിയായിട്ട് വരിക. തൽക്കാലം ഒന്ന് മാറ്റി വെച്ചോളൂ. ഇപ്പോഴുള്ള ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഒരു റോങ് ഡിസിഷനിലേക്ക് പോകുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഷെയർ മാർക്കറ്റ് രംഗത്തും ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു വാരമല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളുക. ലാൻഡ് ട്രാൻസാക്ഷനും ഒക്കെ നടത്തുന്നത് മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കുക. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കണ്ടുമുട്ടുവാനും ഒരുപക്ഷെ ചില പ്രായത്തിലും ചില മൈൻഡ് സെറ്റുള്ളവർക്കും പ്രണയത്തിലേക്ക് പോകുവാനുമുള്ള സാധ്യതയുണ്ട്. എന്നാൽ പ്രണയത്തിന് പൊതുവെ അത്ര നല്ല സമയമല്ല എന്നാണ് കാണുന്നത്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വാരമാണ്. പഠനകാര്യങ്ങളിൽ അലസതയും ഒക്കെ കാണുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. പൊതുവെയുള്ള പ്രയാസങ്ങൾ നീക്കുവാനായി വ്യാഴാഴ്ച വ്രതമെടുത്ത് ശ്രീ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി കഴിയുമെങ്കിൽ അവിടെ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങി കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മിഥുനം രാശി മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. ജോലിയിൽ ചെറിയ പ്രയാസങ്ങളോ തടസ്സങ്ങളോ ഒക്കെ വരാം. അതായത് കൊളീഗ്സിനെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ, അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസം, ഇതിനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് പൊതുസ്ഥലത്ത് അഭിപ്രായം പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വളരെ വേണ്ടപ്പെട്ടവർക്ക്, നമ്മളെ ഇഷ്ടപ്പെടുന്നവരോട് സംസാരിക്കുമ്പോൾ പോലും നമ്മളൊരു ശ്രദ്ധ വരുത്തണം. നമ്മളൊരു കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കമൻസ്, ജനറലൈസ്ഡ് ആയിട്ടുള്ള കമൻസ് ഒഴിവാക്കുക. കാരണം ഈ വാരം ഈ തെറ്റിദ്ധരിക്കപ്പെടുവാൻ സാധ്യതയേറെയുള്ള വാരമാണെന്നാണ് പറയാറ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സോഷ്യലൈസേഷനും ഒക്കെ ഒന്ന് കുറയ്ക്കുക. വിദ്യാർത്ഥികൾ അവരുടെ ദൂരയാത്ര, രാത്രികാല സഞ്ചാരം, കൂട്ടുകാരുമായിട്ട് ചേർന്നിട്ടുള്ള പിക്നിക്, ഇതിനൊന്നും അത്ര നല്ലൊരു വാരമല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണത്തോടു കൂടിയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യത ഈ വാരം കാണുന്നുണ്ട്. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ആഹാരമൊക്കെ, പ്രത്യേകിച്ച് പ്രായമായവർ, 48 വയസ്സ് കഴിഞ്ഞവർ, 4-ാം വ്യാഴവട്ടം എന്നാണ് പറയുന്നത്, 4-ാം വ്യാഴവട്ടം കഴിഞ്ഞവരൊക്കെ പുറത്തുനിന്നുള്ള ആഹാരം കഴിയുന്നതും കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം എന്ന് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. പുതിയ കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റിനൊക്കെയുള്ള സാധ്യത ഏറെയാണ്. അതിലൊരു ലീഗൽ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക, എത്രത്തോളം വിശ്വസ്തരാണെങ്കിൽ പോലും. വ്യാഴൻ്റെ ഒരു സ്ഥിതി അനുസരിച്ച് പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻസിൽ നഷ്ടം വരുവാനോ ഭാവിയിൽ അത് പ്രയാസങ്ങൾ വരുത്തി വയ്ക്കുവാനോ ഉള്ള സാധ്യത ഏറെയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലാൻഡ്, വസ്തു വാങ്ങുന്നവരൊക്കെ അതിൻ്റെ ലീഗലായിട്ടുള്ള സൈഡ് നന്നായിട്ട് അസസ് ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ട് പോകുക. വിവാഹ കാര്യങ്ങൾക്കും തീരുമാനമെടുക്കുവാൻ പറ്റിയൊരു വാരമല്ല എന്ന് പ്രത്യേകിച്ചറിയുക. പ്രണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വാരം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സോഷ്യലൈസേഷൻ, പുതിയ സുഹൃത്തുക്കൾ, പാർട്ട്നേഴ്സൊക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. അതിലും ഒരു തീരുമാനമെടുക്കുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. കർക്കിടകം രാശി പുണർദ അവസാനത്തെ കാൽഭാഗം, പൂയം ആയില്യം. പല മാറ്റങ്ങളും വന്നു ചേരുന്ന വാരമാണ്. തീർത്ഥാടനത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഭക്തി നിർഭരമായിട്ടുള്ള ദിവസങ്ങൾ കൂടുതൽ വരുന്ന ഒരു വാരമായിരിക്കും. കൂടുതൽ സമർപ്പണത്തെക്കുറിച്ച് ചിന്തിക്കും ഭക്തിയുടെ മാർഗത്തിലുള്ളവർ. പൊതുവെ ഭക്തി കുറഞ്ഞവർക്കും ഈശ്വരവിശ്വാസം ആരംഭിക്കുന്ന ഒരു വാരവുമാണ്. വിവാഹ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകുവാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പാപജാതകമൊക്കെ ഉള്ളവർക്ക് ആ പാപജാതകത്തിന് ചേരുന്ന രീതിയിലുള്ള ജാതകം വന്നു ചേരുവാനുള്ള ഭാഗ്യം കാണുന്നു. പ്രണയിക്കുന്നവർക്ക് വിവാഹത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുവാനുള്ള ഒരു ഭാഗ്യവും ഈ വാരം കാണുന്നുണ്ട്. പുതിയ ബിസിനസ് രംഗത്തേക്ക് പ്രവേശിക്കുവാനോ ഇപ്പോഴുള്ള ബിസിനസ് കൂടുതൽ ലാഭത്തിലേക്ക് പോകുവാനോ ഒക്കെയുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. അപ്രതീക്ഷിതമായി അല്പം പണം വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. ഈ രാശിയിൽ ജനിച്ചവരുടെ ബാധ്യതകൾ കുറയ്ക്കുവാൻ പറ്റിയൊരു വാരമാണ്. അതിനായിട്ടുള്ളൊരു മാർഗം ചിട്ടി മുഖേനയോ എങ്ങനെയെങ്കിലും അല്പം പണം വന്നു ചേരാനുള്ള യോഗമുണ്ട്. വസ്തു വിൽപ്പനയ്ക്കുള്ള ഭാഗ്യവുമൊക്കെ ഈ വാരം കാണുന്നു. അതിന് കൂടുതൽ ആൾക്കാർ അന്വേഷിച്ച് വരാനുള്ള ഒരു യോഗം. അത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് കുറച്ചു കാലമായി വിൽപ്പന നടക്കാണ്ടിരുന്ന വസ്തുക്കളിൽ പോലും ഒരു തീരുമാനമാകുവാനുള്ള ഭാഗ്യമുണ്ട്. താമസ സ്ഥലം മാറുവാനുള്ള ഒരു യോഗവും ജോലിയിൽ ഉയർച്ചയ്ക്കുള്ള ഭാഗ്യവും പുതിയ വിദ്യാഭ്യാസ രംഗത്തേക്ക് പ്രവേശിക്കുവാനുള്ള
ഭാഗ്യവും കർക്കിടകൻ രാശിക്കാർക്ക് ഈ വാരം കാണുന്നുണ്ട്. പല മാറ്റങ്ങളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല മാറ്റങ്ങളും ജീവിതത്തിൽ വരുന്ന ഒരു സമയമാണെന്നറിയാം. ഈ മാറ്റങ്ങൾ തടസ്സങ്ങൾ ഒക്കെ നീക്കുവാനായി ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങളുടെ ഒരു സൂചനയുണ്ട്. ഇവയും ഒഴിവാക്കുവാനായിട്ട് പ്രീതി അത്യാവശ്യമാണ്. ശിവക്ഷേത്ര ദർശനവും കഴിയുമെങ്കിൽ അവിടെ ഒരു കൂവളമാല സമർപ്പണവും ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ നൽകും. ദിവസവും ശിവസ്തോത്രം ജപിക്കുക, എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും, സന്തോഷമായിരിക്കും. ചിങ്ങം രാശി മാഘം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. ദൂരയാത്രയൊക്കെ വരാം. യാത്ര കൊണ്ട് ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യത, അധിക പണച്ചെലവിനുള്ള സാധ്യത, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കാത്തതിൻ്റെ ഒരു ടെൻഷൻ ഒക്കെ വരാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോപം വരാനും വേണ്ടപ്പെട്ടവർ അകന്നു പോകുവാനുമുള്ള സാധ്യതയുണ്ട്. പുറത്ത് കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ ഉദ്ദേശിച്ച രീതിയിൽ നടക്കാത്തത് കൊണ്ടും വരുമാനത്തിൽ കുറവ് വരാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ വരുമാനത്തിലേറെ ചിലവ് വരുവാനുള്ള ഒരു സാധ്യതയുള്ള വാരം ആയതുകൊണ്ടും ഗൃഹത്തിൽ പെട്ടെന്ന് കോപിഷ്ഠനാകുവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അത് പൊതുവെ ഒരു അന്തരീക്ഷത്തിന് ഒരു ടെൻഷൻ വരുത്താം എന്നുള്ളതുകൊണ്ട് സ്വയം നിയന്ത്രണം അത്യാവശ്യമാണ്. അവിടെ കോപം നിയന്ത്രിക്കുവാനായിട്ട് പഴയ ആചാര്യന്മാർ പറയും, ഹരേ രാമ ജപിച്ചോളൂ. ഒരു കാര്യത്തിന് മറുപടി പറയുമ്പോൾ ഹരേ രാമ മനസ്സിൽ ജപിച്ചോളൂ. ഒരു 5 സെക്കൻഡ് മതി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് മനസ്സിലൊന്ന് ജപിക്കുക. പിന്നീട് കാര്യങ്ങൾ പറയുക. അപ്പോഴേക്കും മനസ്സ് നിയന്ത്രണ വിധേയമായിട്ടുണ്ടാകും. സരസ്വതി പ്രീതിയും അത്യാവശ്യം വരുത്തേണ്ട ഒരു കാലമാണ് വിദ്യാർത്ഥികൾക്ക്. കാരണം പഠനകാര്യങ്ങളിൽ അല്പം പുറകോട്ട് പോകാം, പഠനകാര്യങ്ങളിൽ താല്പര്യം കുറയാം. പുതിയ കോഴ്സസിനൊക്കെ ജോയിൻ ചെയ്തവർക്ക് ഇതങ്ങോട്ട് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെയുള്ള ചിന്തയുണ്ടാകും. അതിനൊക്കെ ആ പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ എന്നുള്ള ആ ശ്ലോകം 9 പ്രാവശ്യം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി കുടുംബത്തിന് ഐശ്വര്യം വന്നു ചേരും, സന്തോഷമായിരിക്കും. കന്നിരാശി ഉത്തര അവസാനത്തെ 1/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. വിവാഹകാര്യങ്ങളിൽ ഒരു തീരുമാനം ആകുന്ന വാരമാണ്. അതുകൊണ്ട് തന്നെ ശ്രമം വേണം എന്നുള്ളതാണ്. ജാതക പൊരുത്തം എളുപ്പം ലഭിക്കാത്ത ചില ജാതകങ്ങളുണ്ട്. അത് മധ്യമ രജുവിൽ വരുന്നവർ, പിന്നെ അഷ്ടമത്തിൽ ചൊവ്വ വരുന്ന പെൺകുട്ടികൾ, 7-ൽ ചൊവ്വ വരുന്ന ആൺകുട്ടികൾ, ഇവരുടെയൊക്കെ വിവാഹം ഒരു പക്ഷേ വൈകുന്നതായിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ അവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് വിവാഹത്തിന് എന്നുള്ളത് കൊണ്ട് വിവാഹത്തിനായി പ്രത്യേകം ശ്രമിക്കുക, പ്രാർത്ഥനയോടുകൂടി ശ്രമിക്കുക. അതുകൊണ്ട് വിവാഹകാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും. ബിസിനസ്സിലും ചെറിയൊരു പുരോഗതി ദൃശ്യമാകും. ഹൈ കോൺടാക്ട്സ് ഉള്ളവർ ആ കോൺടാക്ട്സിലൂടെ പല പ്രയോജനങ്ങളും ഉണ്ടാകുന്ന ഒരു വാരമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ചിട്ടി മുതലായ കാര്യങ്ങളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു പക്ഷേ കുടുംബ സ്വത്താകാം, അല്ലെങ്കിൽ എന്തെങ്കിലും അരിയേഴ്സ് ആകാം. ഇങ്ങനെയുള്ള സാധ്യതകൾ ഏറെയാണ്. വസ്തുവിൻ്റെ ട്രാൻസാക്ഷൻസൊക്കെ നടക്കുവാനുള്ള ഭാഗ്യം, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു താല്പര്യമൊക്കെ വരും. അതായത് ഒരു ഫ്ലാറ്റോ വീടോ വസ്തുവോ ഒക്കെ വാങ്ങാനുള്ളൊരു താല്പര്യം വരും. ഹോം അപ്ലയൻസസ്, ആഡംബര വസ്തുക്കൾ, ലക്ഷറി ഐറ്റംസൊക്കെ വന്നു ചേരുവാനോ വാങ്ങുവാനോ ഉള്ള പ്ലാൻസും ഈ വാരം കാണുന്നുണ്ട്. അനുകൂലമായിട്ടുള്ള ഫലസൂചനകളാണ് ഏറെ കാണുന്നത്. ഈ ഫലസൂചനകളിലെ തടസ്സങ്ങൾ നീക്കുവാനായി ഗണപതി പ്രീതി വരുത്തുക. ഓം ശ്രീ ഗണേശായ നമഃ എന്നുള്ള ആ വരി, ആ മന്ത്രം നിരന്തരം ജപിക്കുക. ഏറ്റവും കുറഞ്ഞത് 108 പ്രാവശ്യമെങ്കിലും ദിവസവും ജപിക്കുക. എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട, സന്തോഷമായിരിക്കും. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ 1/4 ഭാഗം. പല കാര്യങ്ങളിലും ആവർത്തിച്ച് തടസ്സം വരുന്നതുകൊണ്ട് പൊതുവെ ഒരു ആത്മവിശ്വാസക്കുറവ് വരുന്ന ഒരു വാരമാണ്. വിഷമിക്കാനൊന്നും തന്നെയില്ല. പ്രാർത്ഥന കൊണ്ട് മാറ്റങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ വരും എന്നുള്ളതിൽ സംശയം വേണ്ട. ഈ വാരം അധിക പണച്ചെലവോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ചില ചിലവുകൾ വരാനോ ഉള്ള സാധ്യതയുണ്ട്. ലൈക്ക് ഇപ്പോൾ ടാക്സോ, ഇൻകം ടാക്സോ, ലാൻഡ് ടാക്സോ, പ്രൊഫഷൻ ടാക്സോ, അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള സെയിൽസ് ടാക്സോ ഒക്കെ വന്ന് അത് മനസ്സിനൊരു ടെൻഷൻ വരാം. പഴയ ബാധ്യതകൾ, ഒരു പക്ഷേ ടാക്സ് പേയ്മെൻറ്റിലുണ്ടായ ഒരു മിസ്റ്റേക്കോ എററോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ കടം, ലോൺ
ക്രെഡിറ്റ് സൗകര്യങ്ങൾ അവൈൽ ചെയ്തിട്ടുള്ളവർക്ക് അത് തിരിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആ ഒരു ടെൻഷൻ വരുന്ന വാരമാണ്. അതിനനുസരിച്ചുള്ള ഒരു വരുമാനം വരണമെന്നില്ല. ആ വരുമാനം കൊണ്ട് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ബാധ്യതകളൊന്നും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാരവും അല്ല എന്നുള്ളതുകൊണ്ട് പ്രാർത്ഥന അത്യാവശ്യമാണ് എന്നുള്ളതാണ്. മഹാലക്ഷ്മി സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. മൂകാംബിക മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് ഏറെ നല്ലത്. നമസ്തേസ്തു മഹാമായേ എന്നുള്ള ആ സ്തോത്രം ജപിച്ചാൽ ധാരാളം മതിയാകുന്നതാണ്. മൂകാംബിക അഷ്ടകവും ജപിക്കാവുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങിപ്പോകും ഈ പ്രാർത്ഥന കൊണ്ട്. പൊതുവേ കുടുംബത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹ കാര്യങ്ങൾക്ക് അതിൽ തീരുമാനമെടുക്കുവാൻ അത്ര നല്ലൊരു വാരമല്ല എന്ന് പ്രത്യേകിച്ചറിയുക. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. പൊതുവേ കാര്യങ്ങളിൽ ഒരു അനുകൂല ഭാവം വന്നു ചേരുന്ന വാരമാണ് എന്നുള്ളതാണ്. ബിസിനസ്സിൽ നമ്മൾ ചില എക്സ്പാൻഷനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതിനാവശ്യമായിട്ടുള്ള ലോൺ അല്ലെങ്കിൽ ലൈസൻസ് ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കുള്ള യോഗമുണ്ട്. ഇപ്പോൾ സഹോദരന്മാരുടെ ആരുടെയെങ്കിലും വിവാഹ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡിലേ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുറയുന്ന സമയമാണ്. വിവാഹ കാര്യങ്ങളിലൊരു തീരുമാനമാകാം. സ്വന്തം വിവാഹ കാര്യങ്ങൾക്കും നല്ലൊരു വാരമാണ്. കുറേ കാലമായിട്ട് തടസ്സപ്പെട്ടിരുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സൂചനകൾ ലഭിക്കുന്ന ഒരു വാരമാണെന്നറിയാം. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യമുണ്ട്. നല്ല കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനുള്ളൊരു യോഗവും ഈ വാരം കാണുന്നു. കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയം വന്നു ചേരാനുള്ള ഭാഗ്യവും ഒക്കെ കാണുന്നുണ്ട്. എന്നാൽ ഒരു പ്രായം കടന്നവർക്ക് അകാരണമായിട്ടുള്ള മെൻ്റൽ ടെൻഷൻ വരാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്താ ഇപ്പോൾ ഇങ്ങനെ ഉറക്കം വരുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ടെൻഷൻസും പ്രത്യേകിച്ച് BP ഒക്കെ ഉള്ളവർക്ക് ചെറിയ പ്രയാസങ്ങൾ വരുന്ന ഒരു സമയമാണ്. ആ ദോഷങ്ങളൊക്കെ പരിഹരിക്കുവാനായിട്ട് അടുത്ത ശ്രീ ധന്വന്തരി ക്ഷേത്രമുണ്ടെങ്കിൽ ആ ദർശനം നടത്തുക. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ശിവക്ഷേത്ര ദർശനം ധാരാളം മതിയാകും. ദിവസവും ശിവസ്തോത്രം കൂടി ജപിച്ചുകൊള്ളുക. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങും എന്ന് മാത്രമല്ല, പൊതുവേ പറഞ്ഞ കാര്യങ്ങളിലെ തടസ്സങ്ങളും പൂർണ്ണമായി നീങ്ങി കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും വന്നു ചേരും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. പല കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള സൂചനകൾ കണ്ടിട്ട് അതങ്ങോട്ട് മുന്നോട്ട് പോകുന്നതിൽ തടസ്സം വരുന്നതായി അനുഭവപ്പെടാം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ വസ്തു വിൽക്കാനാണെങ്കിൽ ആദ്യം ഒരാൾ വന്ന് നോക്കിപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആളുണ്ടാവില്ല. ഇപ്പോൾ വിവാഹ കാര്യങ്ങളിലാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ആൾക്ക് ഇൻട്രസ്റ്റ് എടുത്ത് വന്നിട്ട് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് മറുപടി കിട്ടണമെന്നില്ല. ബിസിനസ്സിലും അതുപോലെ നമ്മുടെ പാർട്ട്ണറാകുവാനോ അല്ലെങ്കിൽ ലോൺ ഇങ്ങനെ ലഭിക്കും എന്നുള്ളൊരു സാഹചര്യം വന്നിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു തടസ്സം വരുവാനോ സാധ്യതയുള്ള ഒരു വാരമാണ്. അതുകൊണ്ട് എന്തെങ്കിലും പണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കരുത് എന്നുള്ളതാണ്. അതുപോലെ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ തൽക്കാലം അത് മാറ്റിവെക്കുക എന്നുള്ളതാണ്. ലാൻഡ് ട്രാൻസാക്ഷൻസ്, വസ്തു വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അല്പം കൂടി കാത്തിരുന്നാൽ കുറച്ചുകൂടി നല്ല വിലയോ അല്ലെങ്കിൽ തടസ്സങ്ങളില്ലാതെ വസ്തു കൈമാറ്റം ചെയ്യുവാനോ ഉള്ള സാഹചര്യം ഒരുങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹ കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള സൂചനകൾ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. ചേരുന്ന രീതിയിലുള്ള ജാതകം വന്നു ചേരുവാനുള്ള ഭാഗ്യവുമൊക്കെ ഈ വാരം കാണുന്നു. ജോലിയിലൊരു മാറ്റം ചിന്തിക്കാം. എന്നാൽ മാറുവാൻ പറ്റിയൊരു സമയമല്ല എന്ന് പ്രത്യേകിച്ച് അറിയാം. പുതിയ ജോലിയിൽ സർവീസ് കണ്ടീഷൻസൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രം പുതിയ ജോലിയിലേക്ക് മാറുന്നതായിരിക്കും ഏറെ നല്ലത് എന്നുള്ള കാര്യം അറിയാം. പൊതുവെയുള്ള ഈ രാശിക്കാർക്കുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും സാമ്പത്തികമായിട്ട് ചിലർക്കൊക്കെ ഈ 20% പ്രയാസങ്ങൾ കാണുന്നുണ്ട്. ഈ രാശിയിൽ ജനിച്ചവരിൽ അവർ ചെയ്യേണ്ട കാര്യം വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ദിവസവും വ്യാഴൻ്റെ സ്തോത്രം ജപിച്ചുള്ളൂ. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി. ഈ ശ്ലോകം ആവർത്തിച്ച് 9 പ്രാവശ്യം ജപിച്ചുള്ളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. സന്തോഷമായിരിക്കും. മകരം രാശി, ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം.
ഉല്ലാസയാത്രയ്ക്കൊക്കെ ഭാഗ്യമുള്ളൊരു വാരമാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ഫ്രണ്ട്സുമായിട്ടൊക്കെയുള്ള പിക്നിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും ആഘോഷം പൊതുവെ പാർട്ടീസിലൊക്കെ പങ്കെടുക്കുക, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ സന്തോഷമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാനുള്ള ഭാഗ്യമുണ്ട്. എന്നാൽ അധിക പണച്ചെലവ് ഏറെ കാണുന്നു എന്നുള്ളതുകൊണ്ട് ചിലവിൽ ഒരു നിയന്ത്രണം വേണം. പുതിയ വസ്ത്രം, ആഭരണം അല്ലെങ്കിൽ ഹോം അപ്ലയൻസസ് ഇതൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നുണ്ട്. ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകും. നഷ്ടത്തിലായിരുന്ന ബിസിനസ് പോലും പുരോഗതിയുടെ സൂചനകൾ നൽകുന്ന ഒരു വാരമാണ്. ഫിലിം, TV പ്രോജക്ട്സ് ഒക്കെ അനുകൂലമായി തുടങ്ങും. കലാകാരന്മാർക്ക് പൊതുവെ നല്ല അവസരങ്ങൾ ലഭിക്കുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നുണ്ട്. പ്രണയിക്കുന്നവർക്ക് പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള യോഗവുമൊക്കെ ഈ വാരം കാണുന്നു. എന്നു മാത്രമല്ല, പൊതുവെ കുടുംബത്തിൽ ഒരു മംഗളം ഭവിക്കുന്നതിൻ്റെ സൂചനകൾ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. എന്നാൽ പിതൃസ്ഥാനീയർക്ക്, അച്ഛൻ്റെ കുടുംബാംഗങ്ങൾക്ക്, അച്ഛന് ഒക്കെ അവർക്ക് ചെറിയ ടെൻഷൻസോ ആരോഗ്യ പ്രയാസങ്ങൾക്കോ ഉള്ള സാധ്യത ഏറെയുണ്ട് എന്നുള്ളതുകൊണ്ട് ഞായറാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വരുന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കുംഭം രാശി, അവിട്ട അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം വരുന്നില്ലേ എന്നുള്ള തോന്നലുണ്ടാകാം. ആപ്ലിക്കേഷൻ അയക്കുന്നു, റെസ്പോൺസ് ഒന്നും ഇല്ല, ജോലിയിൽ ഇങ്ങനെ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു, അവിടുന്ന് പ്രതികരണം വരുന്നില്ല, ഒരു പക്ഷേ ജോലി തരാം അല്ലെങ്കിൽ സഹായിക്കാം എന്ന് പറഞ്ഞവരുടെ സഹായം ലഭിക്കുന്നില്ല. അപ്പോൾ പൊതുവേ ഒരു മനസ്സിനൊരു ടെൻഷൻ വരുന്നത്. വാഹനം കൊണ്ട് പൊതുവേ ആ ഒരു കരിയറായിട്ട് എടുത്തിട്ടുള്ളവർ അവരുടെ വാഹനത്തിന് പെട്ടെന്ന് കേടുപാടുകൾ പറ്റുക, അല്ലെങ്കിൽ കഴിഞ്ഞ വാരങ്ങളിൽ ഉണ്ടായിരുന്ന കേടുപാടുകളുടെ പേയ്മെൻറ്റ് വരുന്നൊരു വാരം, ഇങ്ങനെയൊക്കെ വരാം. അതുപോലെ വസ്തു ട്രാൻസാക്ഷൻസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പണം പ്രതീക്ഷിക്കുന്ന സമയത്ത് കിട്ടണമെന്നില്ല, അതിലൊക്കെ ഒരു ഡിലേ വരാം. ഇപ്പോൾ നമ്മൾ ബില്ല് എന്തെങ്കിലും മാറി കിട്ടുവാനുണ്ടെങ്കിൽ അതിലും ചെറിയ തടസ്സങ്ങൾ അവിചാരിതമായിട്ട് വരാം എന്നുള്ളതുകൊണ്ട് ഫൈനാൻഷ്യലി ഒരു ടൈറ്റ് സിറ്റുവേഷൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ചിലവ് അത്യാവശ്യം നിയന്ത്രിക്കണം. വളരെ ഒന്ന് നിയന്ത്രിച്ചോളൂ. ആഡംബര വസ്തുക്കൾക്കൊക്കെ ആയിട്ട് പണം ചിലവാക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ വീടിൻ്റെ മെയിൻ്റനൻസ് അങ്ങനെയുള്ള കാര്യങ്ങളും മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. വാഹനം വാങ്ങുവാൻ ഇഷ്ടപ്പെടുന്നവർ സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുവാൻ പറ്റിയൊരു വാരമേ അല്ല. അതാണ് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഗോയിങ് ഫോർ എ ന്യൂ വൺ, അതാണ് എൻ്റെ ഒരു രീതി. സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ഇപ്പം മൊബൈലായാലും മറ്റെന്തായാലും ഈ രാശിക്കാർ ഇപ്പോൾ വാങ്ങുന്നത്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഇപ്പോൾ വാങ്ങിയല്ല. അതുകൊണ്ട് പ്രയാസങ്ങൾ പിന്നീട് വരാനും ധനനഷ്ടത്തിനുള്ള സാധ്യതയും വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം വേണം. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിൽ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭദ്രാപ്രീതിയാണ് വരുത്തേണ്ടത്. ഭദ്രകാളി സ്തോത്രം ജപിച്ചോളൂ. ദിവസവും കിഴക്ക് ദർശനമായിട്ട് 5 പ്രാവശ്യം. ഈ പറഞ്ഞ പ്രയാസങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങി കുടുംബത്തിൽ സമാധാനവും സന്തോഷവും അത്യാവശ്യ കാര്യങ്ങൾക്ക് പണവും ഒക്കെ വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. വാഹനം കൊണ്ടുള്ള പ്രയാസവും ഈ പ്രാർത്ഥന കൊണ്ട് നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളിലും അതിൻ്റെ കാഠിന്യം കുറയ്ക്കുവാൻ ഈ പ്രാർത്ഥന ധാരാളം മതി എന്നുള്ള കാര്യം അറിയുക. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കും. മീനം രാശി, പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ, അതായത് സന്തതി സ്ഥാനീയരുടെ വിവാഹം, വിവാഹ നിശ്ചയം ഇവ നടക്കുവാനുള്ള ഭാഗ്യമുണ്ട്. അല്ലെങ്കിൽ സഹോദര സ്ഥാനീയർ, സഹോദരി, സഹോദരൻ അവരുടെ വിവാഹത്തിലൊരു തീരുമാനമാകുവാനുള്ള ഭാഗ്യം കാണുന്നു. കൂടുതൽ മംഗളകർമ്മങ്ങൾ അല്ലെങ്കിൽ ദൂരദേശത്ത് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ദൂരദേശ യാത്രയും അധിക പണച്ചെലവും കാണുന്നു. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമൊക്കെ വന്നു ചേരും. എന്നാൽ അതിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പറ്റിയൊരു സമയമല്ല എന്ന് പ്രത്യേകിച്ചറിയുക. പുതിയ കോഴ്സസിന് അഡ്മിഷൻ ലഭിച്ച യങ്സ്റ്റേഴ്സിന് അവർക്ക് ഈ കോഴ്സ് എന്നെ കൊണ്ട് കഴിയുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ വരാം. അലർജിക് കണ്ടീഷൻസും സ്കിൻ ട്രബിൾസും വരാൻ സാധ്യതയേറെയുള്ള വാരമാണ്. അതുപോലെ 2 വീലർ റൈഡൊക്കെ കഴിയുന്നതും കുറയ്ക്കുക, ഒഴിവാക്കുന്നത് ഏറെ നല്ലത്. അഡ്വഞ്ചറസ് ട്രിപ്സിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട ഒരു സമയമാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ പറ്റിയ സമയമല്ല, അത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. പൊതുവെയുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി വിഷ്ണു പ്രീതി വരുത്തുക. ശ്രീ വിഷ്ണു പഞ്ചായുധ സ്തോത്രം ദിവസവും ജപിക്കുന്നതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. സ്ഫുരൽ സഹസ്രാര ശിഖാതി തീവ്രം സുദർശനം ഭാസ്കര കോടി തുല്യം
സുരദ്വിഷാം പ്രാണവിനാശി വിഷ്ണു ചക്രം സദാഹം ശരണം പ്രപദ്യേ എന്നാരംഭിക്കുന്ന ഈ സ്തോത്രം ദിവസം 5 പ്രാവശ്യം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട, സന്തോഷമായിരിക്കുക. ഇനി മെയിലാണ്, ധാരാളം മെയിൽ ഇവിടെ വരുന്നുണ്ട്. ജനിച്ച ഡേറ്റും മാസവും വർഷവും സമയവും സ്ഥലവും ഉണ്ടെങ്കിൽ നമുക്ക് മറുപടി നൽകുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സമയമൊക്കെ കറക്റ്റാണോ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് നോക്കുക എന്നുള്ളതാണ്. ടൈം കറക്റ്റല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറുപടിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, ഇത്രയും കാര്യങ്ങളുണ്ടായിരിക്കണം. അതുകൂടാണ്ട് എന്താണ് അറിയേണ്ടത് എന്നുള്ള കാര്യവും വ്യക്തമായിട്ട് മെയിലിലുണ്ടായിരിക്കണം. കഴിയുന്നതും വരുന്ന മെയിലിനൊക്കെ ഈ പ്രോഗ്രാമിലൂടെ മറുപടി നൽകുവാൻ ശ്രമിക്കാം. ആദ്യത്തെ മെയിൽ ശ്രീമതി വനജ നാരായണൻ, മയിലാടുതുറൈ. ഇംഗ്ലീഷിലാണ് മെയിൽ. മൈ ഡോട്ടർ M.Tech 21 years, നക്ഷത്രം മൂലം. വെൻ ഈസ് ഹർ മാരേജ്? Generally speaking, Moolam Nakshatram was not having a good period at all for the last few years, especially in your daughter's horoscope. Not a good period for marriage for the last 3 years. Probably some proposals might have come and it did not materialize, and probably the girl might be slightly unhappy as well because of the unexpected obstacles in marriage. But there is no cause for worry. 28 is not a big age. She's highly qualified and well placed. Is M.Tech and well placed in an MNC. What else is required? You are very fortunate, I would like to say. And you'll get a 7th Lord is Shani Bandham, that is what we call, is there with the 7th house. That is why the marriage is getting delayed. But a suitable marriage proposal will come soon, and you'll get married to a very handsome person, because Shukra is involved and he might be an artist too. And you'll have a very happy marital life. In fact, a very prosperous life after marriage, that is indicated. So be happy and confident. Along with this chant, Shiva Parvati Stotram, every day facing eastern direction. All your problems regarding tensions regarding marriage will get solved, and you will get a very good marriage. Be happy and confident. Mrs. Seema Dinan, the alphabets are not correctly typed. Seema Dinan, I think it is so. New Delhi. ഹാഫ് മലയാളിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പൂരം നക്ഷത്രം, കുറച്ച് മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ്. ഐ എം 27, MBA marketing, worked with an MNC and it was going on very well. Salary is there, but there is target and all that, so I am not happy. The situation in the company is very tense and they are very demanding. What am I to do? Am I to start a new business? I like business and I like novelty എന്നൊക്കെ പറഞ്ഞ് പുതുമ ഇഷ്ടപ്പെടുന്ന ആളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നക്ഷത്രം ഈസ് പൂരം. ശുക്രൻ ഈസ് വെരി സ്ട്രോങ്. ശുക്രൻ ബലവാനാണ്. അതുകൊണ്ട് ശുക്രനുമായിട്ട് റിലേറ്റഡ് എനിത്തിങ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ബ്യൂട്ടി, എനിത്തിങ് കോസ്മെറ്റിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആർട്ട് റിലേറ്റഡ് കാര്യങ്ങളെല്ലാം സ്യൂട്ട് ചെയ്യും. മീഡിയ പ്രൊഡക്ഷൻ നന്നായിട്ട് സ്യൂട്ട് ചെയ്യും. ഈവൻ ആഹാര വസ്തുക്കൾ പോലും സ്യൂട്ട് ചെയ്യും. ഇതൊക്കെ ചേരുന്ന ബിസിനസ് രംഗങ്ങളാണ്, ജോലിയുടെ രംഗങ്ങളുമാണ്. ഇപ്പം അങ്ങനെ ഒരു ഫീൽഡിലാണ് വർക്ക് ചെയ്തത്. പക്ഷേ 12മായി വ്യാഴൻ ബന്ധപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എത്ര പണം വന്നാലും അതൊക്കെ അങ്ങോട്ട് ചിലവായി പോകുവാനും പിന്നീട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ വരാനുമുള്ള സാധ്യത ജാതകം അനുസരിച്ചുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ബിസിനസ് വേണോ എന്നൊന്ന് ചിന്തിക്കുക. ഇറ്റ് ഈസ് ബെറ്റർ ടു കണ്ടിന്യൂ ഇൻ യുവർ കരിയർ. യു ക്യാൻ ചൂസ് എ ജോബ് ഇൻ എ ഡിഫറെൻറ്റ് കമ്പനി ആൻഡ് യു വിൽ ഗെറ്റ് എലിവേഷൻ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. യുവർ നക്ഷത്രം ഈസ് പൂരം ആൻഡ് സോ ബെറ്റർ പീരീഡ് ഈസ് ahead. Either by the end of 2025 or in the first half of 2026 you will find yourself in a very good position. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടാമതൊന്ന് ആലോചിച്ചിട്ട് മതി. സ്വന്തം സ്വഭാവം ഒന്ന് നോക്കുക. ഇൻ ദി പാസ്റ്റ് ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ് ക്യാഷ് യൂസ് ടു മെൽറ്റ് ഔട്ട് ഓഫ് ഹിസ് ഹാൻഡ്സ് ആൻഡ് യുവർ അസസ്മെൻറ്റ് അബൌട്ട് പീപ്പിൾ ആൻഡ് സിറ്റുവേഷൻസ് ആർ നോട്ട് വെരി ഗുഡ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അതുകൊണ്ട് ബിസിനസ് അത്ര അനുയോജ്യമല്ല. ബിസിനസ്സിലെ താല്പര്യമുള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ഷുഡ് ഡു ബിസിനസ്, ബട്ട് യു ഷുഡ് ടേക്ക് അഡ്വൈസ് ഫ്രം എക്സ്പേർട്സ് ആൻഡ് കാരണവസ്ഥാനീയർ. അവരുടെയൊക്കെ അനുഭവം ഒക്കെ നോക്കിയതിന് ശേഷമേ ബിസിനസ് എല്ലാം മുന്നോട്ട് പോകാൻ പാടുള്ളൂ. നിരന്തരമായിട്ടുള്ള പരിഹാരവും അത്യാവശ്യമാണ് എന്നുള്ള കാര്യം അറിയുക. ഇപ്പോഴത്തെ ഒരു ഡിസില്യൂഷൻമെൻ്റ് എന്ന് പറയുമല്ലോ, ജോലിയിൽ ഒരു
ഒരു നോട്ട് വെരി ഹാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതങ്ങോട്ട് നീക്കുവാനായിട്ട് ആദിത്യ ഹൃദയ സ്തോത്രം ജപിച്ചോളൂ. ജയതു ജയതു സൂര്യം സപ്തലോകൈക ദീപം എന്നാരംഭിക്കുന്ന സ്തോത്രം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകുന്നുള്ളതിൽ സംശയം വേണ്ട. ഇത് മാത്രമല്ല, തിങ്സ് വിൽ ബി വെരി ക്ലിയർ. ഏത് വഴിക്കാണ് നീങ്ങേണ്ടതെന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു ചിത്രവും ലഭിക്കും ആദിത്യ ഹൃദയ സ്തോത്രം ജപം കൊണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. സന്തോഷമായിരിക്കുക. ശ്രീ ശങ്കരൻ മാഷ് ചേർത്തല, ഗ്രാൻഡ്സൺ വിനി, നക്ഷത്രം തിരുവോണം, എംപ്ലോയ്മെൻറ്റ് ഓഫ് ബിസിനസ്. കുട്ടി വളരെ യങ് അല്ലേ? എംപ്ലോയ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ജാതകത്തിന് ബിസിനസ് അനുയോജ്യമേ അല്ല എന്നുള്ള കാര്യം അറിയുക. ലാഭാധിപൻ 12-ൽ മറഞ്ഞു, ധനസ്ഥാനാധിപനും നല്ല സ്ഥിതിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് അനുയോജ്യമല്ല. സ്ഥിര ജോലിയാണ് നല്ലത്. ശനിബന്ധം ഉള്ളതുകൊണ്ട് പഠിക്കാൻ അല്പം മടിയും തടസ്സവും ഒക്കെയുള്ള കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ബിസിനസ്സിലേക്ക് തിരിഞ്ഞാലോ എന്ന് ചിന്തിച്ചത്. അപ്ലൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സസ് ചെയ്യാവുന്നതാണ്. പോളിടെക്നിക്കോ ITIയോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ ശുക്രനുമായിട്ട് ചെറിയൊരു ബന്ധമുള്ളതുകൊണ്ട് ഈ മെഡിക്കൽ ഡിപ്ലോമാസൊക്കെ, ലാബോറട്ടറി ടെക്നീഷ്യൻ അങ്ങനെയുള്ള കോഴ്സസൊക്കെ അനുയോജ്യമാണ്. അങ്ങനെയുള്ളൊരു ജോലി ആയിരിക്കും ഏറെ നല്ലത് ബിസിനസ്സിനേക്കാൾ എന്നുള്ള കാര്യമാണ് ജാതകത്തിൽ കാണുന്നത്. ബിസിനസ് കഴിയുന്നതും ഒഴിവാക്കുക. എനിവേ, വിദേശധനം ഉൾപ്പെടെ വരാനുള്ള ഭാഗ്യമുണ്ട്. സന്തോഷമായിരിക്കും. മിസ് മിനി ശ്രീ നക്ഷത്രം രോഹിണി, 26, മാരേജ് ഒബ്സ്റ്റക്കിൾ എന്ന് കാണിച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞില്ല, ഷോർട്ട് ഫോംസാണ് എഴുതിയിരിക്കുന്നത്. മിനിശ്രീ മലയാളി തന്നെയാണെന്ന് തോന്നുന്നു. സ്ഥലപ്പേരില്ല. ഇവിടെ പട്ടാഴിയല്ല, ഒരു സൂചനയുണ്ട്. ചെർപ്പളശ്ശേരി എന്തോ ഒരു സഡൻ ലെറ്റേഴ്സ് ആർ CH എന്നൊക്കെ P എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. എനിവേ, ചെർപ്പളശ്ശേരിയാണെന്ന് വിശ്വസിക്കുന്നു. മിനിശ്രീ നക്ഷത്രം രോഹിണി, 26 വയസ്സ്, മാരേജ് ഒബ്സ്റ്റക്കിൾ എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഇപ്പോൾ രോഹിണി നക്ഷത്രത്തിന് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. അപ്പോൾ അതുകൊണ്ടാണ് തടസ്സം വരുന്നത്. പിന്നെ പ്രായമായി വരുന്നതല്ലേ ഉള്ളൂ. വിവാഹത്തിന് ധൃതി പിടിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഈ സെപ്റ്റംബറിനും അടുത്ത ഓഗസ്റ്റിനും ഇടയ്ക്ക് വിവാഹം നടക്കുവാനുള്ള ഭാഗ്യമുണ്ട്. വലിയ പാപത്വമൊന്നുമില്ല ജാതകത്തിന്. അതുകൊണ്ട് വിവാഹം വൈകാതെ തന്നെ നടക്കുകയും നല്ല വിവാഹം ലഭിക്കുകയും ചെയ്യും. വിവാഹത്തിന് അവസാന സമയത്തൊരു തടസ്സം വന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് പീരീഡ് വാസ് നോട്ട് ഓൾ ദാറ്റ് ഗുഡ്. പ്രോബബ്ലി ആ സമയത്ത് അപഹാരം അത്ര ശുഭമായിരുന്നില്ല എന്നുള്ള ഒരു പ്രയാസമുണ്ട്. അതങ്ങ് മാറി. അതൊക്കെ കാലമൊക്കെ കഴിഞ്ഞു കേട്ടോ. യു വിൽ ഗെറ്റ് എ വെരി ഗുഡ് മാരേജ് ആൻഡ് യു ആർ ഗോയിങ് ടു ബി ഹാപ്പി. അതുകൊണ്ട് സന്തോഷമായിരിക്കുക. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം, ശിവക്ഷേത്ര ദർശനം നടത്തിക്കോളൂ, ശിവസ്തോത്രം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. സന്തോഷമായിരിക്കുക. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകൾ, അതായത് മെയിൽസ് അയക്കാം. മെയിലിൻ്റെ ID പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം ഇവ പ്രൊവൈഡ് ചെയ്യും. എന്താ അറിയേണ്ടതെന്നുള്ള കാര്യവും വ്യക്തമായി ചോദിക്കണം. വിവാഹ കാര്യമാണോ, അതോ ജോലിക്കാരിയാണോ, ജോലി പ്രമോഷനാണോ, അരിയാസിൻ്റെ കാര്യമാണോ, അല്ലെങ്കിൽ ബിസിനസ് അനുയോജ്യമാണോ, എന്താണെന്നുള്ള വ്യക്തമായിട്ട് പറയണം. എന്നാൽ മാത്രമേ നമുക്ക് ഉത്തരം തരുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.